ഈ ചുരക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ പുല്ലാങ്കുഴൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അങ്ങനെ ഉണ്ടായതാണ്. മുളയിൽ നിന്ന് ശബ്ദത്തെ ഉൽപ്പാദിപ്പിക്കുക, ശ്വാസത്തിലൂടെ അതിനെ സംഗീതമാക്കി മാറ്റുക. അതുപോലെ മുളയിൽ നിന്ന് മറ്റൊരു സംഗീതം ഉണ്ടാക്കിയ താളം എന്ന് പറയുന്ന ഒരു സംഗീതം എങ്ങനെയായിരുന്നു അതിലെ സംഗീതം? മുളയാണ് നമ്മുടെ. അതെ അതെ, അതാ ഞാൻ ചോദിച്ചു വന്നത്. ഞാൻ മുള സംഗീതത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ്. അത് പരിശീലിപ്പിക്കാം. മുളകൾ കൊണ്ട് ധാരാളം വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുക, അതിനകത്ത് സംഗീതം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനം. രണ്ട്, മുള ഒരു വലിയ പരിസ്ഥിതി സംരക്ഷകനാണ്. ലോകത്ത് മനുഷ്യരാശി ഉണ്ടായ കാലം മുതൽ മുളയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിരുന്നത്. വീട് വെക്കാനും പുഴ കടക്കാനും പാലമായിട്ടും പണ്ട് വെള്ളത്തിന് പകരമായിട്ട് ഇത് വെള്ളത്തിലൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും എല്ലാ ഉപയോഗങ്ങൾക്കും മുളയായിരുന്നു ഉപയോഗിച്ചത്. മണ്ണ് സംരക്ഷിക്കാൻ, പുഴകൾ സംരക്ഷിക്കുന്നതിനും പുഴയുടെ ശുദ്ധീകരിക്കാനും കുന്നുകൾ മലകൾ ഇടിച്ചിൽ ഉപയോഗിക്കാനും എല്ലാം മുളയാണ്. അപ്പോൾ മുള വളരെ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ പ്ലാസ്റ്റിക് ഇതിനെ ബദലായി വെക്കാൻ പറ്റുന്നത് ലോകത്ത് നമ്മുടെ അന്തരീക്ഷം ശുദ്ധീകരിക്കുന്നതിന്, ശുദ്ധവായു കൂട്ടുന്നതിനും മനുഷ്യൻ്റെ മാനസികാവസ്ഥ തന്നെ മാറാൻ നമ്മുടെ ഈ പറയുന്ന ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ മുളകൾ കണ്ട് വ്യത്യസ്തങ്ങളായ നമുക്ക് തന്നെ 180 ചില്ലറ വ്യത്യസ്ത വൈവിധ്യങ്ങളായ മുളകൾ ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ടാണ്. അതിൽ വളരെ സൗന്ദര്യം ഉള്ള വീടിനകത്തും പുറത്തും ഒക്കെ വെക്കാവുന്ന തരത്തിലുള്ള മുളകളുണ്ട്. അപ്പോൾ എൻ്റെ കുറേ കാലത്തിൽ അന്വേഷണം ആ തരത്തിലേക്കാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിന് ബദലായി നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും മുള ഉപയോഗിക്കാം. അത് പല തരത്തിലുള്ള സൈക്കിളിലൊക്കെ അവർ മുളയാണ് ഉപയോഗിക്കുന്നത്. യൂറോപ്പ് പല രാജ്യങ്ങളിലൊക്കെ മുളയാണ് എല്ലാ കാര്യം. വീടുകൾക്കൊക്കെ ഈ സിമെൻറ്റ് വീടുകളേക്കാൾ ഗ്യാരണ്ടി കൂടുതലാണ് അത് ഈ മുളകൾ. അപ്പോൾ അത് മാത്രമല്ല, അത് ഇപ്പം പുതിയ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനെ പ്രോസസ്സ് ചെയ്തതിനേക്കാൾ പുതിയ ശാസ്ത്രീയമായ രീതികളൊക്കെ ലോകത്ത് ഭയങ്കരമായിട്ട് വികസിച്ച് വന്നിട്ടുണ്ട്. നമ്മളത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് ഒട്ടും ചെയ്തിട്ടില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ പല സ്റ്റേറ്റുകളിലും അത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതോട് ഉദ്ദേശിച്ചിട്ടാണ് മുളയുടെ വിവിധ സംഗീതങ്ങളെ അതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ മുള വാദ്യോപകരണങ്ങൾ പല തരത്തിലും മുളയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ച് എല്ലാ സംഗീത ഉപകരണങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചേട്ടൻ ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഇവിടെ നിശാഗന്ധിയിൽ 100 മുളവാദ്യങ്ങൾ ഉപയോഗിച്ചുള്ള മ്യൂസിക് ഉണ്ടായിരുന്നു. 100 തരത്തിലുള്ള. അത് ചെറിയതൊന്നുമല്ല, വലിയ ഉപകരണങ്ങൾ. 101 മുള വാദ്യോപകരണം വെച്ചിട്ട് അത് ചെയ്യുന്നു. ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ. അതിൽ തോലൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. മുളഞ്ചണ്ടകൾ, പല തരത്തിലുള്ള സാധനങ്ങൾ, വലിയ ഉയരത്തിൽ നിന്നുകൊണ്ട് പൊട്ടാവുന്ന സാധനങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ചിന്തിക്കുന്നത് ചേട്ടനായിരിക്കും. അത് രണ്ടർത്ഥത്തിലാണ് ഞാൻ എന്നെ കാണുന്നത്. അതൊരു മാർക്കറ്റിംഗ് രീതിയല്ല. ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു തിരിച്ചുപോക്കിന് വേണ്ടിയുടെ ഉദ്ദേശിച്ചിട്ടാണ്. നമ്മുടെ കുന്നും മലകളുടെ ഈ പ്രളയത്തിൻ്റെയൊക്കെ സാധ്യതകളെ പ്രതിരോധിക്കാൻ മുളകൾക്ക് ഭയങ്കരമായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ മണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന അത്തരമായ വേരുറപ്പുകൾക്ക് അത്തരം ഇതുണ്ട്. ഒരുപാട് നമ്മുടെ ജലം സ്രോതസ്സിനെ നഷ്ടപ്പെടുത്തില്ല. മനസ്സിലായി. ഒരുപാട് ഘടകങ്ങൾ അതുകൊണ്ടാണ് മുള സംഗീതത്തിന് ഇപ്പോൾ കൂടുതലായിട്ട്. പണ്ട് മുളനാഴിയൊക്കെ പണ്ട് എല്ലാം മുളതായിട്ടാണ്. നമ്മൾ പുഴ കടന്ന എല്ലാം മുള കൊണ്ടാണ്. എത്രയോ ദൂരങ്ങളിൽ ചങ്ങാടം ഉണ്ടാക്കി. ഇന്നും പല സ്ഥലങ്ങളിലും മുളയാണ് അവരുടെ അത്യാവശ്യ റോഡായിട്ട് പാലങ്ങളായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം മുള അവരെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുളി കളഞ്ഞാൽ നമുക്ക് എത്രയോ കാലം ഏണി ഉപയോഗിച്ചിരുന്നു, എത്രയോ വർഷം. അപ്പൊ അതിനൊരു പ്രോസസ്സിങ് രീതിയുണ്ട്. അത് ചേറിനകത്ത് കൊണ്ട് കല്ലൊക്കെ പിടിച്ചിട്ട് ചേറില്ല നമ്മുടെ വരാം. അപ്പോൾ അതിന് ഒരു മാസം 2 മാസം ആ ചേറിനടിയിൽ ഇത് ഇരുന്നതിൻ്റെ പുളി കളഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം വേണേലും മുള നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മഴയായാലും വെയിലും ഉണ്ടായാലും ഒന്നും സംഭവിക്കുന്നില്ല. ഏണി ഇപ്പോഴും എങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ വെയിറ്റിംഗ് ഷെഡുകളിൽ കേരളത്തിൽ അവിടെയുള്ള എല്ലാ വെയിറ്റിംഗ് ഷെഡുകളിലും ഈ ഇരുമ്പ് കമ്പിയും പ്ലാസ്റ്റിക്കും ഒക്കെ വെച്ച് ചെയ്യുമ്പം ഈ മുളയുടെ സാധ്യതകൾ ഉപയോഗിച്ചാൽ അത് സൗന്ദര്യവത്താണ്. അത് നശിച്ചു കഴിഞ്ഞാൽ അത് മണ്ണോട് ചേർന്ന് പോകും. അത് വീണ്ടും നമുക്ക് ഭൂമിക്ക് ഭാരമായി കിടക്കില്ല. മനസ്സിലായില്ലേ? അത് ആസ്വാദ്യകരമാണ്. അതിനോടൊപ്പം തന്നെ 2 മുളകൾ അപ്പുറം നട്ട് നിർത്തി കഴിഞ്ഞാൽ ആ പ്രദേശത്തിൻ്റെ സ്വഭാവം തന്നെ മാറും. അപ്പോൾ അങ്ങനെയുള്ള ചില നിർദ്ദേശങ്ങൾ നമ്മൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെയൊക്കെ പ്രവർത്തനങ്ങളാണ്. പരിസ്ഥിതി പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പോൾ പരിസ്ഥിതിയോട് അങ്ങനെ പരിസ്ഥിതി സ്നേഹം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആ രീതിയിൽ ചേട്ടനൊരു പാട്ട്. അത് ഞാൻ എഴുതിയ പാട്ട് ഇപ്പോൾ എഴുതി പ്രചരിപ്പിച്ച പാട്ട് 4 പേര് പാടാം. ഇനി ഏതു പുഴയുണ്ടോ കൂട്ടുകാരി. ഈ പാട്ടിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ പ്രളയം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ഒരു യാത്ര ഉണ്ടായിരുന്നു. അത് ഗവൺമെന്റ് പ്രോഗ്രാം ആയിരുന്നു, ഹരിത കേരളം. ഹരിത കേരളത്തിന്റെ പുഴയുടെയും
ഒക്കെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഈ പാട്ട് എഴുതിയത്. അപ്പം ഞാൻ വളരെ ലളിതമായി ഞാൻ തന്നെ എഴുതാൻ, പല ആളുകളും കൊണ്ട് പറഞ്ഞ് എഴുതാനാണ് ഗവൺമെൻറ് ആ പ്രോഗ്രാം എഴുതി. അപ്പോൾ ആരും എഴുതില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ തന്നെ അങ്ങ് എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എഴുതി ആ പാട്ട് ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പാടിയിട്ട് എന്നോട് ഇദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം പാടിയിട്ട് തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്രളയം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പല സ്ഥലത്തും പാടുമ്പോഴും വലിയ ക്രൗഡിലാണല്ലോ പാടുന്നത്. പാടുമ്പോഴെല്ലാം ഈ പുഴയുടെയൊക്കെ അടുത്ത് നിന്നാണ് ഞാൻ പാടിയിട്ടുള്ളത്. ഇനി ഏതു പുഴയുണ്ട് കൂട്ടുകാരി, പുഴ പോയ വഴിയേത് കൂട്ടുകാരി, ഇനി ഏതു പുഴയുണ്ട് കൂട്ടുകാരി, പുഴ പോയ വഴിയേത് കൂട്ടുകാരി, പുഴകളും പൂക്കളും കുന്നും കുരുവിയും നാളെയും കാണുമോ കൂട്ടുകാരി, പുഴകളും പൂക്കളും കുന്നും കുരുവിയും നാളെയും കാണുമോ കൂട്ടുകാരി, പുഴകളും പൂക്കളും കുന്നും കുരുവിയും നാളെയും കാണുമോ കൂട്ടുകാരി. മണ്ണും മനുഷ്യനും അന്യമായി തീരുന്ന പഠനങ്ങൾ എന്തിനാ കൂട്ടുകാരി, മണ്ണും മനുഷ്യനും അന്യമായി തീരുന്ന പഠനങ്ങൾ എന്തിനാ കൂട്ടുകാരി, എല്ലാരും അന്യരായി എല്ലാരും അന്യരായി ബന്ധുക്കൾ അന്യരായി, എല്ലാരും അന്യരായി ബന്ധുക്കൾ അന്യരായി, അവസാനം അച്ഛനും അമ്മയും പെരുവഴിയിലാകുന്ന പഠനങ്ങൾ എന്തിനാ കൂട്ടുകാരി, അവസാനം അച്ഛനും അമ്മയും പെരുവഴിയിലാകുന്ന പഠനങ്ങൾ എന്തിനാ കൂട്ടുകാരി, ഇനി ഏതു പുഴയുണ്ട് കൂട്ടുകാരി, പുഴ പോയ വഴിയേത് കൂട്ടുകാരി, ഇനി ഏതു പുഴയുണ്ട് കൂട്ടുകാരി, പുഴ പോയ വഴിയേത് കൂട്ടുകാരി, പുഴകളും പൂക്കളും കുന്നും കുരുവിയും നാളെയും കാണുമോ കൂട്ടുകാരി, പുഴകളും പൂക്കളും കുന്നും കുരുവിയും നാളെയും കാണുമോ കൂട്ടുകാരി, പുഴകളും പൂക്കളും കുന്നും കുരുവി നാളെയും കാണുമോ കൂട്ടുകാരി. കുഞ്ഞുങ്ങൾ നാടിൻ്റെ സ്വത്തായി മാറണം, അവരവർക്കുള്ള കഴിവു കണ്ടെത്തണം, കുഞ്ഞുങ്ങൾ നാടിൻ്റെ സ്വത്തായി മാറണം, അവരവർക്കുള്ള കഴിവു കണ്ടെത്തണം, പഠനത്തിനായുള്ളതെല്ലാം കൊടുക്കണം, പണമെന്ന ബാധ്യത ഇല്ലാതെയാകണം, നാളെ ഈ നാടു ഭരിക്കേണ്ടതാണവർ, നാടിനെ കൂടി അറിഞ്ഞു പഠിക്കണം, നാളെ ഈ നാടു നയിക്കേണ്ടതാണവർ, നാടിനെ കൂടി അറിഞ്ഞു പഠിക്കണം, നാളെ ഈ നാടു ഭരിക്കേണ്ടതാണവർ, മണ്ണിനെ കൂടി അറിഞ്ഞു പഠിക്കണം, നാളെ ഈ നാടു നയിക്കേണ്ടതാണവർ, പുഴകളെ കൂടി അറിഞ്ഞു പഠിക്കണം, കിളികളെ കൂടി അറിഞ്ഞു പഠിക്കണം, കാടിനെ കൂടി അറിഞ്ഞു പഠിക്കണം, കടലിനെ കൂടി അറിഞ്ഞു പഠിക്കണം, നാളെ ഈ നാടു ഭരിക്കേണ്ടതാണവർ, ഈ നാടിനെ കൂടി അറിഞ്ഞു പഠിക്കണം, നാളെ ഈ നാടു നയിക്കേണ്ടതാണവർ, ഈ മണ്ണിനെ കൂടി അറിഞ്ഞു പഠിക്കണം, ഇനി ഏതു പുഴയുണ്ട് കൂട്ടുകാരി, പുഴ പോയ വഴിയേത് കൂട്ടുകാരി, പുഴകളും പൂക്കളും കുന്നും കുരുവിയും നാളെയും കാണുമോ കൂട്ടുകാരി, പുഴകളും പൂക്കളും കുന്നും കുരുവിയും നാളെയും കാണുമോ കൂട്ടുകാരി. ഭയങ്കര വളരെ മനോഹരം. ഒരു പക്ഷേ നമുക്ക് സത്യത്തിൽ ചേട്ടൻ അന്ന് ആ പാടിയ പാട്ടുകൾ ഒരു പക്ഷേ ആ വരികൾ
അന്വർത്ഥമാകുന്നതാണ് പിന്നീട് നമ്മൾ കേരളം കണ്ടത്. ഞാൻ അവിടെ നിന്ന് തിരിച്ച് മടങ്ങി വന്നിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് 18 ഈ പ്രളയം ഉണ്ടാകുന്നത് എനിക്ക് ഈ പാട്ടിൽ അങ്ങനൊരു വലിയൊരു സംഭവം, വലിയൊരു സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. ഞാൻ അവിടെ ഈ മനുഷ്യരോടൊക്കെ വെച്ചാൽ എനിക്ക് കുറച്ചുകൂടെ അഹങ്കാരമുണ്ട്. വെച്ചാൽ ഈ പരിസ്ഥിതി പ്രശ്നത്തിൽ കുറച്ച് വാശിക്കുള്ള ആളാണ്. വെച്ചാൽ പുഴയൊക്കെ കാണുമ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ തന്നെ എനിക്ക് പുഴയുടെയൊക്കെ അവസ്ഥയിൽ വളരെ വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മനുഷ്യനൊക്കെ മൂത്ത് നോക്കിയിട്ട് ഇങ്ങനെ അപ്പോൾ എനിക്ക് അന്നേരം ഈ പാട്ട് ഞാൻ ഇത് എഴുതിയെങ്കിലും പലപ്പോഴും ഞാൻ പാട്ടിൽ ചില സന്ദർഭങ്ങളിലനുസരിച്ച് അതിന് ചില സാധനങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. ഈ വിഷയം അപ്പോൾ ഉള്ള സ്ഥലത്തിന് സ്വഭാവം അനുസരിച്ച്. അപ്പോൾ ഞാൻ ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ പുഴയൊക്കെ ഇതൊക്കെ പ്രതികാരം ചെയ്യാതെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയണ്ട. അപ്പോൾ തിരിച്ചു വരുമ്പോണ്ടാകുന്നത് ഭയങ്കര ഭീകരമായിരുന്നു. ഇത് ഈ പാട്ട് രണ്ട് കാര്യമായിരുന്നു. ഒന്ന് പരിസ്ഥിതിയും പുഴയും പിന്നെ പൊതുവിദ്യാഭ്യാസവും കൂടെ ഉദ്ദേശിച്ചിട്ട് ഈ പാട്ട്. അപ്പോൾ ആ പാട്ടിനെ അങ്ങനെ ചരിത്രമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അല്ല, ആ ശരിക്കും ആ പാട്ടിനകത്ത് കൃത്യമായ ആ പൊതുവിദ്യാഭ്യാസ രംഗം ഏത് രീതിയിൽ പരിഷ്കരിക്കപ്പെടണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു മാർഗരേഖ തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാര്യം കുട്ടികളുടെ പഠനം, കുട്ടികളിപ്പം ശരിക്കും അവരുടെ വീട്ടുകാരിൽ നിന്ന് പോലും അകന്നുള്ള പഠനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാലം അങ്ങനെ ചെയ്യത്തുള്ളൂ. വെച്ചാൽ അങ്ങനെയാണ് ലോകത്തിൻ്റെ ഇപ്പോഴത്തെ ക്രമം. അതെ, അത് അച്ഛനും അമ്മയും അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ കുട്ടികളെ വേണ്ടി ഇവർക്ക് ആർക്കും സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും സ്കൂളിൽ ആരെങ്കിലും നോക്കിക്കോട്ടെ എന്ന് പറയും. മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കോർപ്പറേറ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജീവിത സംവിധാനങ്ങളെല്ലാം രൂപപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി അത് വലിയ പാടാണ് തിരിച്ചു പിടിക്കാൻ. അപ്പോഴാണ് ഗവൺമെൻറ്റൊക്കെ ചെറിയ തോതിലെങ്കിലും അതിന് ഒരു മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നത്. എന്ന് വെച്ചാൽ പൊതുവിദ്യാഭ്യാസങ്ങൾ ഇത് മെച്ചപ്പെടുത്തിയും ജീവിതത്തിന് മനുഷ്യനെ നമ്മളെയൊക്കെ മനസ്സിലാക്കി ഈ ജീവിതത്തിൻ്റെ പ്രായതലങ്ങൾ മാറ്റുക എന്ന് പറയുന്ന ഘടകങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് കോർപ്പറേറ്റുകളുടെ വെറും തൊഴിലാളികൾ അവരുടെ പണിയെടുക്കുന്ന മെഷീൻ മാത്രമാക്കാതെ അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിച്ചാൽ എല്ലാ റിലേഷൻസ് ബന്ധുക്കളെല്ലാം ഇതെല്ലാം നഷ്ടപ്പെടും. അച്ഛനും അമ്മയും എല്ലാം അവർക്ക് ഉപേക്ഷിക്കേണ്ടി വരും. ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. ഇവരനാഥമാവും. മനസ്സിലായി. ഇവരെല്ലാം കൊടുത്ത് ഇവരെല്ലാം പഠിപ്പിച്ചിട്ട് അവസാനം ഒരു കോർപ്പറേറ്റിൻ്റെ അടിമപ്പണി ചെയ്യുന്ന ഒരു ആളെ ഒരു യന്ത്രമാക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായി. അവൻ ഈ നാടിനോടും ഒന്നിനോടും യാതൊരുമില്ല. എന്നെയും ഈ നാടിനെയും ഈ പുഴയും ഈ വെള്ളത്തെയും ഈ വായുവിനെയും ഒക്കെ എങ്ങനെ മാർക്കറ്റ് ചെയ്ത് എൻ്റെ അപ്പനും എൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവനും എൻ്റെ ഇവനൊക്കെ വിൽക്കാം എന്നുള്ളതിനെ കുറിച്ച് മാത്രമല്ലോ ചിന്തിക്കുന്നത്. അതെ, അങ്ങനെ ഒരു സാധനമാണ് നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. മനസ്സിലായി. നമ്മൾ പൈസ അച്ഛനും അമ്മയും പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് നമുക്കെതിരാക്കാവുന്ന വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ നാടിനെതിരാക്കാവുന്ന, ഈ മണ്ണിനെതിരാക്കുന്ന, ഈ മനുഷ്യർക്കെതിരാക്കുന്ന, അവന് തന്നെ എതിരാക്കാവുന്ന ഒരു സാധനമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി. അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ നാടിനെ കൂടി നാളെ ഈ നാട് അനാഥവും കച്ചവടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം വിൽക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായി. ഇപ്പം ചേട്ടാ, ഒന്ന് വളരെ വേദനാജനകമായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില കുട്ടികളോട് അടുത്ത സ്ഥലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അടുത്ത ജംഗ്ഷന്റെ ഒരു പേര്, നമ്മൾ പഴയ ആൾക്കാരുണ്ട് പറയുമ്പോൾ അവർക്ക് അറിയില്ല. ഇപ്പോൾ ഒരു ജംഗ്ഷന്റെ പേരായിരിക്കും നമ്മൾ പറയുന്നത്. ഞാൻ എറണാകുളത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എറണാകുളത്തൊരു ഫംഗ്ഷന് പോയിട്ട് എനിക്ക് പെട്ടെന്ന് 4 മണിക്ക് ട്രെയിനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ട്രെയിൻ ചോദിക്കണം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പയ്യൻ അവിടെ നിൽക്കുന്നത്, മോനെ റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? എനിക്കറിയില്ല. റെയിൽവേ സ്റ്റേഷൻ അറിയില്ലേ? നീ എന്ത് ചെയ്യുന്നത്? ഞാൻ പഠിക്കുക. എന്ത് പഠിക്കുന്നു? നിൻ്റെ വീട് എവിടെയാണ്? ഇവിടെ അടുത്താ. നീ എന്ത് പഠിക്കുന്നത്? ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അല്ല, റെയിൽവേ സ്റ്റേഷൻ അറിയില്ല. എനിക്ക് അതറിയേണ്ട കാര്യമില്ല. അതെ, ഞാനത് ദേഷ്യപ്പെട്ടപ്പോഴാണ് ചെയ്യും. എനിക്ക് എന്താ അറിയേണ്ട കാര്യം എന്തെന്നാ ചെയ്യും. അവന് ഞാൻ പെട്ടെന്ന് എന്താ ഇത്, അവൻ്റെ വളരെ അടുത്താണ് അവൻ്റെ വീട്. റെയിൽവേ സ്റ്റേഷൻ അവൻ പോയിട്ടില്ല. എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് അവൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ പോകുന്നവരുണ്ട്. അതെ, പോകുന്നവരുമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വലിയ വിഭാഗമുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതെ, ആ കുട്ടികൾ അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായി ഞെട്ടിപ്പോവാണ്. കാര്യം നമ്മൾ ഓടിക്കളിച്ച് ഓടി നടന്ന വഴികളാണ് ഇതെല്ലാം. അപ്പോൾ ആ വഴിയിൽ അടുത്തുള്ള ഒരു സ്ഥലം അറിയില്ല എന്ന് പറയുമ്പോൾ അത് കുട്ടിയുടെ പ്രശ്നമല്ല, അത് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണ്. അതെ, അത് അങ്ങനെ ആക്കി സിസ്റ്റത്തിൽ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ചേട്ടാ, നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു അഡിക്ഷനിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു അല്ല, അത് എത്തിക്കഴിഞ്ഞു. അത് എത്തിക്കഴിഞ്ഞു. അതിനെയും ഇനി മാറ്റാൻ പറ്റില്ല. കാരണം മൊബൈലിലാണ് നമ്മുടെ മൊത്തം ജീവിതം കൊണ്ടുവച്ചിട്ടുണ്ട്. കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. റേഷൻ കാർഡ് അടക്കം നമ്മുടെ ഇത് എവിടെ എത്തിക്കണം. നമ്മുടെ വീട്ടിലിരുന്നാൽ മതി, സാധനം എത്തുമല്ലോ എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ആ സിസ്റ്റം കൊണ്ട് എത്തിച്ചേക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അതെന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിനകത്താണ് ഇനിയുള്ള കാര്യം. എങ്ങനെ ഉപയോഗിക്കും? അത് ഉണ്ടാക്കിയവൻ മൊബൈൽ കണ്ടുപിടിച്ച മനുഷ്യൻ അരമണിക്കൂർ മാത്രമേ ഒരു ദിവസം ഉപയോഗിക്കാറുള്ളൂ. കണ്ടുപിടിച്ച എനിക്ക് വേറെ പണിയുണ്ടെന്ന് അയാൾ പറഞ്ഞത്. ഈ മൊബൈൽ കണ്ടുപിടിച്ച ആൾ ഇന്നും അരമണിക്കൂർ മാത്രമേ ആ മനുഷ്യൻ അത് മൊബൈൽ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അത് ഉണ്ടാക്കി ആൾക്കാരുടെ കയ്യിലേക്ക് കൊടുത്തു. എനിക്ക് വേറെ പണിയുണ്ടേ. ഒരു മനുഷ്യൻ ചോദിച്ചു, മാഷെ ഇത് ഇങ്ങനെ ഇത്ര സമയം ഇത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ മാക്സിമം അരമണിക്കൂർ അങ്ങനെ നോക്കും.
ഈ വേറെ ഒരുപാട് പണി ചെയ്യാനുണ്ട്. ചെയ്ത് തീർക്കാനുണ്ട് വേറെ പരിപാടി. പക്ഷെ നമ്മളെല്ലാം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇതിലേക്ക് കുട്ടികളെല്ലാം ആ രീതിയിൽ അവരുടെ ഉള്ളിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരം എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഇല്ലാതായി പോകും. ഓരോരോ ഇന്ദ്രിയങ്ങള് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കട്ട് ചെയ്യും. അത് പതുക്കെ 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 ഇല്ലാതായിക്കൊണ്ടിരിക്കും. വികാരം പ്രത്യേകതരത്തിലുള്ള ഫോൺ നമ്പറുകൾ ഓർത്തിരിക്കുന്നില്ല. പണ്ട് നമ്മുടെ മെമ്മറി പവർ നമ്മൾ അളക്കുന്നത് എങ്ങനെയായിരുന്നു? നമുക്കറിയാവുന്ന ഫോൺ നമ്പറുകൾ, നമ്പേഴ്സുകൾ, പേരുകൾ, അതെല്ലാം പലപ്പോഴും നമുക്ക് അതിന്റെ ആവശ്യമില്ലാത്ത തരത്തിലേക്കാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നാടിന്റെ നന്മകൾ പലപ്പോഴും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് മാറ്റി നിർത്തപ്പെടുകയാണ്. നേരത്തെ ആ വരികളിലുള്ളതുപോലെ തന്നെ നമ്മൾ നാടിനെ അറിയുന്നില്ല, നമ്മുടെ പുഴകളെ അറിയുന്നില്ല, മരങ്ങളെ അറിയുന്നില്ല, പക്ഷികളെ അറിയുന്നില്ല, നമ്മുടെ കടലിനെ അറിയുന്നില്ല. കടലിനെ അറിയും ജിയോഗ്രഫിയിലൂടെ, അപ്പുറത്ത് അങ്ങനെ അറിയാൻ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. പഠിപ്പിക്കുന്നില്ല. കുട്ടികൾ അത് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്, സ്കൂളാണ് അത് ചെയ്യേണ്ടത്. വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, വീട്ടുകാർക്ക് പരിമിതികളുണ്ട്. പിന്നെ കുട്ടികളെ സ്കൂളിലേക്കാണ് എത്തിക്കേണ്ടത്. സ്കൂളിന് പിന്നെ സിലബസ് ഉണ്ട്, അതിലേക്ക് അവർക്ക് ചെയ്യാൻ. വേറെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല, വേറെ ഒന്നും. അങ്ങനെ